ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നന്മ പഞ്ചൂസ്. ഇന്നെന്താ പറയുക, ഗെറ്റ് റെഡി വിത്ത് മീയോ അല്ലെങ്കിൽ അൺബോക്സിങ് വീഡിയോ എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല. ഇന്ന് ഞാനൊരു സ്റ്റോറി പറയാൻ പോകുന്നതാണ്. യെസ്, വേൾഡ് യങ്ങസ്റ്റ് സീരിയൽ കില്ലറിൻ്റെ ഒരു കഥ പറയാൻ പോവുകയാണ് ഗായ്സ്. ബീഹാറിൽ നമ്മുടെ ഇന്ത്യയിലെ ബീഹാറിൽ നടന്ന ഒരു കഥയാണിത്. അവൻ്റെ പേര് എന്തായിരുന്നു, അമർജീത് സാദാന്ന് അങ്ങനെയായിരുന്നു പേര്. എനിക്ക് വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയാം. സ്വന്തം കസിൻസിനെ കുഞ്ഞനീതികളെ ഇഷ്ടികയെടുത്ത് കൊന്നാണ്. കഥ പറയാം. അവൻ്റെ മാമിക്ക് ഒരു കുഞ്ഞുണ്ടായി, ചെറിയൊരു കുഞ്ഞ്. നമ്മളെ ബന്ധുക്കൾക്കൊരു കുഞ്ഞുണ്ട്, ചെറിയൊരു കുഞ്ഞ്, കൈക്കുഞ്ഞ്. അന്നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ, പുറത്തൊക്കെ പോകുന്നേരം അവനോട് പറഞ്ഞ് നോക്കണേന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മയും അവൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവന് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യത്തെ കുഞ്ഞിനെന്തെന്ന് വെച്ചാൽ പുറത്ത് കൊണ്ടുപോയി ഇഷ്ടികേനെ എടുത്തിട്ട് ഒറ്റ തലക്കിട്ട് ഒറ്റ കൊടുത്തു. അത് അപ്പോൾ തന്നെ ഇതായി പോയിട്ടുണ്ട്. പിന്നെ ഒരു വേറെ വീട്ടിലെ വേലക്കാരി കണ്ടിരുന്നു. സെക്കൻഡ് പിന്നെ അവനിങ്ങനെ അവൻ്റെ പൊട്ടിയ കളിപ്പാട്ടം കൊണ്ട് വൈകുന്നേരം ഇങ്ങനെ അരച്ചരച്ച് കളിക്കുന്നേരം അവൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞേടേന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിനെ എനിക്ക് ആദ്യം അറിയത്തില്ലെന്ന് പറഞ്ഞവൻ. പിന്നെ പറഞ്ഞു, ഞാൻ അവനെ കൊന്നു എന്ന് നേരിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു, ഞാനങ്ങ് കൊന്നു. അന്നേരം അന്നേരം അവൻ്റെ അമ്മ പറയുന്നത്, ഇത് അവനൊരു മാനസികാവസ്ഥയുണ്ട്, അങ്ങനെ അവനൊരു മാനസികമായിട്ട് ഒരിതുണ്ട്, അതുകൊണ്ടാണ് അവനെ കൊന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇഷ്ടിക എടുത്ത് തലക്കിട്ട് കൊന്നതാണ്, അടിച്ചിട്ട് കൊന്നതാണ്. അങ്ങനെ മാനസിക ഭിന്നശേഷിയായ ആളാണ്. അതുകൊണ്ട് ഒരു 8 വയസ്സുള്ള തലക്കടിച്ച് കൊന്നു. അന്നേരം പോട്ടെ സാരമില്ല, അവന് മാനസികാവസ്ഥയല്ല, അതുകൊണ്ട് ഇങ്ങനെ അറിയാണ്ട് ചെയ്തു പോയായിരിക്കുന്നു വിട്ട് കളഞ്ഞു വീട്ടുകാർ. പിന്നെ വീണ്ടും അവളുടെ ബന്ധുക്കളിനൊരു കുഞ്ഞുണ്ടായി. എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ പുറത്ത് പോകും. സാധനം വീണു ഞങ്ങൾ എടുത്തിട്ടുണ്ടരാം. ഇപ്പം നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഥയിലൂടെ കിടക്കാം. ഇങ്ങനെ വന്നിട്ട് ആ കുഞ്ഞിനെയും കൊന്നു. അതും വേലക്കാരി കണ്ടു. അന്നേരം ഇങ്ങനെ വീണ്ടും ഈ കളിപ്പാട്ടം എടുത്ത്, പൊട്ടിയ കളിപ്പാട്ടം എടുത്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അന്നേരം അവൻ്റെ വീട്ടുകാർ വന്ന്, എവിടെ കുഞ്ഞെന്ന് കഴിച്ചു. അന്നേരം എനിക്കറിയത്തില്ല എന്ന് വീണ്ടും പറഞ്ഞു. മതി, പിന്നെ ഞാൻ അതിനെ കൊന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവനെ കൊന്നു എന്ന് പറഞ്ഞു. അന്നേരം അതും പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ആ വേലക്കാരി കണ്ടില്ലേ, ആ വേലക്കാരി പോയി കേസങ്ങ് കൊടുത്തു. കേസ് എടുത്തപ്പം പോലീസുകാരെല്ലാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ അവൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ ആദ്യം പറഞ്ഞ ആ വാക്ക് നിന്നറിയും. അവൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് എനിക്കൊരു ബിസ്ക്കറ്റും ചായയും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ബിസ്ക്കറ്റും ചായയൊക്കെ എടുത്ത് ഇങ്ങനെ മുക്കിക്കൊണ്ട് വന്ന് അങ്ങനെ എല്ലാ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ അവനെ കൊന്നതാണ്, ഇങ്ങനെയാണെന്ന്. എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ്, എനിക്ക് ഈ ഇഷ്ടിക കൊണ്ട് അതിനെ കൊല്ലുന്ന നേരം അത് പെടക്കില്ലേ, ആ പെടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു 8 വയസ്സിലും. എന്നിട്ട് അവനെ പോലീസ് കേസ് എടുത്തില്ല, കാരണം അവന് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ മെൻ്റൽ ഇഷ്യൂസ് എല്ലാം പോക്കി ഇപ്പം ബീഹാറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞൊരു കഥ. നിങ്ങൾക്ക് ഫോറസ്റ്റ് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് അങ്ങനെ ഒരു തുവീനിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ അതുണ്ട്. അന്നേരം ഇതിൽ പറയുന്നുണ്ട് ഈ കൊച്ചിനെ പറ്റി. എന്നാലും ക്രൈമാണല്ലോ ഫുള്ളും, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഇതാകുന്നത്. പിന്നെ എന്ത് നിങ്ങൾ ഇതുപോലെ സീരിയൽ കില്ലറിൻ്റെ മുന്നിൽ പെടാതിരിക്കുക, എല്ലാവരും സംരക്ഷണത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം. എൻ്റെ കൂടെ അറിയാണ്ട് പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ ഇതാവാണ്ടിരിക്കുക, ഇങ്ങനെ
നിങ്ങളൊരു സംരക്ഷിച്ചിട്ട് ഇങ്ങനെ സുരക്ഷയായിട്ടിരിക്കുക. ഇങ്ങനത്തെ സീരിയൽ കില്ലറിന് തട്ടിപ്പിലൂടെയൊന്നും വീഴരുത്. അഥവാ ഇങ്ങനത്തെ വീണാൽ നിങ്ങളെ കാര്യം പോക്കാണ്. കാരണം അവർക്കറിയില്ല, അവർക്ക് സീരിയൽ കില്ലർ ആവണം എന്നായിരിക്കും അവർക്കൊരു ഇത്. ഇനി ഞാൻ അങ്ങനെ ആവണം എന്നായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ച വീഡിയോ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇനി അടുത്തതെന്താണെന്ന് വെച്ചാൽ, ഒരുത്തനെ സീരിയൽ കില്ലർ ആവണം എന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പം ആയതാണല്ലോ സീരിയൽ കില്ലർ ഒരുത്തൻ. എന്നിട്ട് ഇവൻ വേറൊരുത്തനുണ്ട്, അവനൊരു 12-13 വയസ്സായിട്ടുള്ളൂ. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവന് സീരിയൽ കില്ലർ ആവണം എന്നുള്ളൊരു ആഗ്രഹം. അവൻ്റെ സ്വന്തം ഫ്രണ്ടിനെ കൊന്നു, ശ്വാസം മുട്ടിച്ച് കൊന്നു. അന്നേരം പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു സീരിയൽ കില്ലർ ആവണം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു ബീഹാറിൻ്റെ കഥ പറഞ്ഞില്ലേ, അതല്ല ഇപ്പോഴത്തെ കുട്ടികളെ കഥയാണെന്നൊക്കെ. പക്ഷെ അല്ല, അത് നമ്മളെ ഇതിന് മുന്നേ ഉള്ളത്, 2010 മുന്നേയൊക്കെ ഉള്ളതായി, 2007 നടന്ന കഥയാണത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഒരു 2K പിള്ളേരെന്തെന്നായത്, കൊല്ലും എല്ലപ്പോഴും കൊല്ലത്, ഇപ്പോൾ ഒരു മരണം എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ അവരെ ആലോചിക്കണം, ഈ ഒരു കുട്ടീനായിരിക്കും അന്നേരം ആലോചിക്കേണ്ടത്, ഈ കുട്ടികളെ. അടുത്തത് ഇനിയുണ്ട്, കുറേ ഉണ്ട്. അടുത്തത് ഒരു പെൺകുട്ടി മേരിവെൽ. അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആൺകുട്ടികളെ കമ്പി കഴുത്തിൽ ചുറ്റി ഞെരിച്ച് കൊല്ലാന്ന അതിൻ്റെ ഹോബി. എങ്ങനെയുണ്ട്? ഇപ്പം പണ്ടത്തെ ആളാണ് അതും. 12 വയസ്സ് വരും, 12 വയസ്സ്. അങ്ങനെ ഞാൻ ഇത്ര വീഡിയോ ഒക്കെ പറയുന്നുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കമൻറ്റും കൂടി ചെയ്യുക.